ഇരിട്ടി ഇമ്മാനുവൽ സിൽക്സിൽ വെഡിംഗ് കാർണിവൽ ഔപചാരിക ഉദ്ഘാടനം ഇരിട്ടി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സോയ കാരായി നിർവഹിച്ചു. ഇമ്മാനുവൽ സിൽക്സ് നമ്മുടെ ഈ ഒരു 4 മാസക്കാലം, മെയ് മാസം മുതൽ 4 മാസക്കാലം വെഡിംഗ് ഡ്രസ് എടുക്കുന്ന ദമ്പതികൾക്ക് ഒരു മലേഷ്യൻ ട്രിപ്പാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നറുക്കെടുപ്പിലൂടെ സമ്മാനാർഹരായ ദമ്പതികൾക്ക് വെഡിംഗ് ട്രിപ്പ് നല്ലൊരു ട്രിപ്പായി മാറ്റാൻ അവർ നല്ല ദമ്പതികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന് നല്ല നിലയിൽ പ്രവർത്തിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മുഖ്യാതിഥികളായി പങ്കെടുത്ത പ്രൊഫസർ ഡോക്ടർ അനീഷ് കുമാർ, ഡോക്ടർ രേഷ്മ പി എന്നിവർ ചേർന്ന് വെഡിംഗ് കാർണിവൽ കൂപ്പൺ പ്രകാശനം ചെയ്തു. വെഡിംഗ് കസ്റ്റമർക്കായി ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കിയിട്ടുള്ളത് തിരഞ്ഞെടുക്കപ്പെടുന്ന നവദമ്പതികൾക്ക് പറക്കാം മലേഷ്യയിലേക്ക്. കൂടാതെ മറ്റനേകം ആകർഷകമായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ഇമ്മാനുവൽ സിൽക്സ് കസ്റ്റമർക്കായി ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാം, നമ്മളുടെ ജീവിതത്തിൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണം, അതേപോലെ വസ്ത്രവും. തീർച്ചയായിട്ടും വസ്ത്രം നമ്മളുടെ എല്ലാ ആഘോഷങ്ങളിലും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. വസ്ത്രങ്ങൾ സമാനമായി കൊടുക്കുക, അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്കുള്ള കടന്നുകയറ്റം കൂടെയാണ്. അപ്പം ആ സമയത്ത് അത് അത്ര മനോഹരമായിട്ട് ഒരുക്കി മറ്റുള്ളവർക്ക് സമ്മാനിക്കാൻ പാകാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ വായിക്കാൻ പാകാവുന്ന രീതിയിൽ അണിയിച്ചൊരുക്കി ബാക്കിയുള്ളവർക്ക് വേണ്ടി എത്തിക്കുക എന്നത് വളരെ മാന്യമായ ഒരു കർത്തവ്യം തന്നെയാണ്. അതിന്റെ ഗുണനിലവാരത്തിലും അതേപോലെ അതിന്റെ വിലയിലും ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വളരെ മനോഹരമായ രീതിയിൽ അത് അണിയിച്ചൊരുക്കുന്ന ഇമ്മാനുവൽ സിൽക്സ്. മാത്രമല്ല, ഇതിന്റെ കൂടെ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കൂടെ, അതായത് വസ്ത്രങ്ങൾ വാങ്ങിക്കുന്നവർക്ക് വളരെ അട്രാക്റ്റീവായ രീതിയിലുള്ള ഒരു മലേഷ്യൻ ട്രിപ്പ് കൂടെ അണിയിച്ചെടുക്കുന്ന വെഡിംഗ് കാർണിവൽ, അതിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് വരുന്ന ഇമ്മാനുവൽ സിൽക്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. കൂടാതെ ഇതിനപ്പുറം മാനുഷിക കാരുണ്യ പ്രവർത്തനങ്ങളിലും ഇമ്മാനുവൽ സിൽക്സ് വളരെയധികം മുന്നിലാണ്. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരു കാര്യം, ലയൺസ് ക്ലബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആക്ടിവിറ്റീസ് ഉള്ള സമയത്ത് അതിന് സ്പോൺസേഴ്സ് ആയിട്ട് സ്വയംഭരണത്തിന് അറിയാം, നമ്മൾ പല മാനുഷിക കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തിയപ്പോൾ അതിന്റെ പിൻബലം എന്ന് പറയുന്നത് ഇമ്മാനുവൽ സിൽക്സ് വളരെയധികം പങ്കാളിത്തം അതിലുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ വസ്ത്രങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ, ഇപ്പം ഭാര്യ സാരി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇന്ന് വാങ്ങിച്ച സാരി, എന്ന് ഇട്ട സാരി, ഇതൊന്നും ഇമ്മാനുവൽ സിൽക്സിന്റെ തന്നെയാണ്. അപ്പം വളരെ ഇഷ്ടപ്പെടുന്ന ചില വസ്ത്രങ്ങളാണ് ഇവിടെ നിങ്ങൾ നൽകുന്നത്. എല്ലാവരും നൽകിയത് ഇമ്മാനുവൽ സിൽക്സിന് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുകൾ, പൗരാണികവും ആധുനികതയും സമന്വയിപ്പിക്കുന്ന വിവാഹ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരം, വിവാഹ പൂർണ്ണതയ്ക്ക് വൈവിധ്യമാർന്ന വെഡ്ഡിംഗ് കളക്ഷനുകൾ, സാരികൾ, ലേഡീസ് വെയർ, ജെൻസ് വെയർ, കിഡ്സ് വെയർ, വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്കകൾ, ലാച്ചകൾ, ഗൗണുകൾ, വെഡ്ഡിംഗ് സൂട്ടുകൾ, വെഡ്ഡിംഗ് ധോത്തികൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഈ വെഡ്ഡിംഗ് കാർണിവലിന്റെ പ്രത്യേകതയാണ്. പുതിയ ബ്രൈഡൽ സാരികൾ തിളക്കമുള്ള നിറങ്ങളിലും വൈവിധ്യമാർന്ന ബോർഡർ സ്റ്റൈലുകളിലും ലഭ്യമാണ്. ഉദ്ഘാടന ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇരിട്ടി യൂണിറ്റ് പ്രസിഡന്റ് റെജി തോമസ്, ജെയിംസ് കുര്യൻ, ഇരിട്ടി ഇമ്മാനുവൽ സിൽക്സ് ഷോറൂം മാനേജർ UN ദിനേശ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ സുശീബ് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ വിഷു ഈസ്റ്റർ ദിവസങ്ങളുടെ മെഗാ സമ്മാനം കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു 3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ അടുത്ത നമ്മുടെ പുതിയ വെഡിങ് ഫെസ്റ്റ് എന്ന രീതിയിൽ കല്യാണ വസ്ത്രങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ദമ്പതികൾക്ക് മലേഷ്യയിലേക്ക് പോകുന്നതിനുള്ള ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് തുടങ്ങിയിരിക്കുന്നത്. എന്തായാലും ഇത് പുതുതായി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഒരു വലിയ പ്രചോദനമാണ്. കാരണം ചിലപ്പോൾ വെഡിങ്ങിന് ശേഷം എപ്പോഴും ടൂറൊക്കെ എല്ലാവരും പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ടിക്കറ്റും കൂടെ ലഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെ സന്തോഷപ്രദമായിരിക്കും. ഓരോ ഫെസ്റ്റിവലിലും ഇതുപോലുള്ള ഓരോരോ പ്രവർത്തനങ്ങളുമായിട്ട് ഇമ്മാനുവൽ സിൽക്സ് ജനഹൃദയങ്ങളിൽ ഇടം നേടിയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരുടെ അടുത്ത് നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല അഭിപ്രായം പറയാൻ നമ്മൾ വ്യാപാരികളുടെ ഇടയിലും ഇതിനെക്കുറിച്ച് സംസാരമുണ്ട്. എന്തായാലും ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു.